ഏയ് ഹലോ. അങ്ങനെ ഞാൻ ഉച്ചയുറക്കമൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ എന്നാൽ നമുക്ക് ഭൂതത്താൻകെട്ട് കാണാൻ പോവാം, കൂട്ടുകാരൊക്കെ അവിടെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെടി, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ദേണ്ട അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ ഭൂതത്താൻകെട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് സൈഡിലും വീഡിയോസൊക്കെ എടുക്കാനും വേണ്ടിയുള്ള ധൃതിയിൽ അങ്ങനെ ദേണ്ട വെള്ളമൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ ഭൂതത്താൻകെട്ടിലെത്തി. പക്ഷേ കൂട്ടുകാർ നമ്മളെ ചതിച്ചു. അവർ നമ്മളെത്തിയപ്പോൾ തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്ത്. അവിടുന്ന് ദേണ്ട ഭൂതത്താൻകെട്ടിൻ്റെ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സ്റ്റെപ്പിലൂടെ അങ്ങനെ ഇറങ്ങി താഴെ ചെന്ന് പുഴയിലൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യമൊക്കെ നോക്കി നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് വള്ളത്തിൽ ആൾക്കാരും മീനിൻ്റെ വലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഏട്ടനെന്തോ ഗൗരവത്തിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട് അവിടെ, എന്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മീൻ പിടിക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ നോക്കും. പിന്നെ ഞങ്ങൾ എന്നാൽ കാലിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഏട്ടൻ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ കൂടെ കയറി. അപ്പം അപ്പുറം ഇപ്പുറം സ്ഥലമൊക്കെ കണ്ട് പാലത്തിൽ നിന്ന് ഞാനെന്നാൽ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഓരോ യാത്രയ്ക്കും അതിൻ്റേതായ ഓരോ ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ ഭൂതത്താൻകെട്ടിക്കൂടെ ഞാൻ നോക്കി നിൽക്കുക. അപ്പം ഏട്ടൻ പറഞ്ഞ് ഈ വല വീശുന്നുണ്ട്, നോക്കി നിന്ന് വല വീശുന്ന കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ വല വീശാൻ തുടങ്ങി. കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ചെറിയ ക്ലിപ്പാണ്. വല വീശി കുറച്ചധികം മീനെയൊക്കെ പുള്ളിക്കാരനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കാട്ടിനകത്തോട്ട് പോയാലോ എന്ന് പറഞ്ഞ്. എന്നാൽ ശരി പോവാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ അവിടുന്ന് വണ്ടി എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് പിന്നെ റൈഡിനൊക്കെ പോകാൻ പറ്റിയ സ്പേസുള്ള സ്ഥലമാണ്. നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കിട്ടിയാൽ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്കൊക്കെ കിട്ടിനോട് ക്യാമറ നോക്കാൻ പറഞ്ഞിട്ടൊന്നും ക്യാമറയിലൊന്നും നോക്കാതെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് അപ്പം കുറേ കന്നുകാലികളൊക്കെ ക്രോസൊക്കെ ചാടി പോകുന്നു കുറേ പേര്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണേ. വീട്ടിലോട്ട് വരാൻ നേരത്ത് അങ്ങനെ ഏട്ടനോട് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു, അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഞങ്ങളാണ്ട് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ടെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴിമന്തി കഴിക്കാനായിട്ട് പോകുന്ന സ്ഥിരം ഒരു ലൊക്കേഷനാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോയി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുഴിമന്തിയൊക്കെ വന്നു. മന്തി വന്നിട്ട് അതിൻ്റെ മണമൊക്കെ അടിച്ച് ഞാൻ പെറുക്കി തിന്നൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കുഴിമന്തി കടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.